കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ തൻ്റെ മനസ്സ് ഗോപാലിന് മുമ്പിൽ തുറക്കുവാണ്. നവീനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. നവീൻ എൻ്റെ ജീവനാണ്. നവീനല്ലാതെ മറ്റൊരു പുരുഷൻ ഇനി എൻ്റെ ജീവിതത്തിലുണ്ടാവില്ല. അതുകൊണ്ട് ഗോപാലൻ മാമ ഒരു കാരണവശാലും അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കരുത്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ഗോപാലനും എന്ത് പറഞ്ഞ് കൃഷ്ണയെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗാഥ ഭയന്ന് വിറച്ച് നവീൻ്റെ റൂമിലേക്ക് പതിയെ കാലുവെച്ച് കയറി ചെല്ലുവാണ് കേട്ടോ. ഗാഥക്കാണെങ്കിൽ ആ റൂമിൽ വന്നതും ടെൻഷൻ കൂടുകയാണ്. ഇനി പാമ്പക്കാനും വന്ന് തന്നെ കൊത്തുമോ എന്നുള്ള ടെൻഷനിൽ ഭയന്ന് വിറച്ചാണ് കേട്ടോ ഗാഥ അവിടെ നിൽക്കുന്നത്. അന്നേരം നവീൻ ബാക്കിലൂടെ വന്ന് ഗാഥ എന്നും പറഞ്ഞ് വിളിക്കുവാണ്. ഈ സമയം ഗാഥ പെട്ടെന്ന് ഞെട്ടിപ്പോകുവാണ്. നവീൻ സ്നേഹത്തോടെ ഗാഥയുടെ തോളിലിങ്ങനെ കൈവച്ച് ഗാഥയെ അടുത്തേക്ക് ചേർക്കുന്നുണ്ട്. അന്നേരം ഗാഥ നവീനെ തള്ളി മാറ്റുവാണ്. നവീൻ എൻ്റെ കൺട്രോൾ പോയി നിൽക്കുവാണ്. എനിക്കിപ്പോൾ പ്രണയിക്കാനുള്ള മൂടൊന്നുമല്ല. ഞാനിവിടെ ആകെ പേടിച്ച് ഭയന്ന് നിൽക്കുക. എപ്പോഴാണ് ആ പാമ്പ് വരിക എന്നുള്ള ടെൻഷനില്ല ഞാൻ. നവീൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോകുന്നുണ്ടോ? അങ്ങനെ ഗാഥയുടെ പെരുമാറ്റം കാരണം സങ്കടപ്പെട്ട് നവീൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നവീൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ നിൽക്കുന്നത് എൻ്റെ ഗാഥ തന്നെയല്ലേ? ഇയാൾക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എന്നൊക്കെ ആലോചിച്ച് സംശയത്തോടു കൂടി നവീൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ ആകെ തനിക്ക് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗാഥ ഫോണിൽ സിത്താരയെ വിളിക്കുന്നതാണ്. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗാഥ സിത്താരയോട് പറയുന്നുണ്ട്. മവി, ഇന്ന് ഞാനിവിടെ ഒരു പാമ്പിനെ കണ്ടു. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പേടിയാകുക. ഓരോ നിമിഷവും ഞാൻ ഭയന്ന് വരച്ച് ഇവിടെ നിൽക്കുന്നത്. അന്നേരം സിത്താര പറയുവാണ്, മോളെ, മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് പോലും കൃഷ്ണ രക്ഷപ്പെട്ടത് അവളുടെ ഭക്തി കൊണ്ടല്ലേ. അങ്ങനെ വീണ്ടും സിത്താര കൃഷ്ണയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് കേൾക്കുമ്പോൾ ഗാഥക്ക് അങ്ങ് ഭ്രാന്ത് കയറുക. ഗാഥ പറയുന്നുണ്ട്, മമ്മി ഒന്ന് നിർത്തുന്നുണ്ടോ? മമ്മി എന്ത് കാര്യം പറഞ്ഞാൽ അവസാനം ആ കൃഷ്ണയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അവളുടെ ഭയം മാറിയത് ഭക്തി കൊണ്ടാണെങ്കിലേ ആ ഭക്തി എനിക്ക് വേണ്ട. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് നടുവിൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച മമ്മീനെ വിളിച്ചത്. അപ്പോൾ മമ്മിയാണെങ്കിൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അവളെ പുകഴ്ത്തി പറയുന്നു. ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ കട്ട് കേട്ടോ ഗാഥ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.